ഞാൻ ഇന്നലെ മീഡിയ വണ്ണിലും റിപ്പോർട്ട് ചാനലും കണ്ടൊരു വാർത്തയാണ്. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ 13 വയസ്സുള്ള 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ എന്ന് പേരുള്ള ഒരു പെൺകുട്ടി മൊബൈൽ ഉപയോഗിക്കുന്നതിന് ചൊല്ലിയിട്ട് രക്ഷിതാക്കൾ വഴക്ക് പറഞ്ഞതിന് ജീവനൊടുക്കിയെന്നൊരു വാർത്ത. എന്തൊരു വലിയ സങ്കടമാണല്ലേ. ചെറിയ കുട്ടികൾ, ആ കുട്ടികൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക. നമ്മുടെ പാരൻറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമാണോ? സത്യം പറഞ്ഞാൽ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. കുട്ടികൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത് വെറുമൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമല്ല. കുട്ടികളുടെ സ്ക്രീൻ ടൈം നമ്മൾ കുറക്കണം. അതോടൊപ്പം ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം യെസ് എന്നാണ് എന്നുണ്ടെങ്കിൽ, ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ പറയാം, അതിന് ഉത്തരം നിങ്ങൾക്ക് യെസ് എന്നാണെങ്കിൽ നിങ്ങളുടെ പാരൻറ്റിങ്ങിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ആ പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം കാണാം. നമ്മൾ എപ്പോഴും നമുക്ക് നമ്മുടെ മക്കളെ കുറ്റപ്പെടുത്താൻ സുഖമാണ്. മക്കളെന്ത് വഴക്കുണ്ടാക്കിയാലും മക്കൾ ശരിയല്ല, മൊബൈൽ ഉപയോഗം കാണാമെന്നൊക്കെ പറയാം. പക്ഷേ അവിടെയൊക്കെ ഒരു കാരണമായിട്ട് അടിസ്ഥാനപരമായിട്ട് പാരൻറ്റിങ് ഒരു പ്രശ്നമായിട്ടുണ്ടാകും. അപ്പോൾ ഇനി പറയുന്ന കാരണങ്ങൾക്ക് നിങ്ങൾ യെസ് എന്നാണ് ഉത്തരം എന്നുണ്ടെങ്കിൽ ഓക്കെ, ഉറപ്പിച്ചോളൂ നിങ്ങളുടെ പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഓരോ ദിവസവും കേൾക്കുന്ന വാർത്ത, നമ്മുടെ ഉൽപ്പന്നം കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ പോലും ആ ഉൽപ്പന്നത്തിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഉൽപ്പന്നം തിരിച്ചു കൊടുക്കും, നഷ്ടപരിഹാരം വാങ്ങും. അത് ഉൽപ്പാദനം നടത്തിയ ആ മാനുഫാക്ചറിങ് കമ്പനിയുടെ പ്രശ്നമാണെന്ന് പറയും. പക്ഷേ നമ്മുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിലോ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. അത് ആ കുഞ്ഞിൻ്റെ ഉൽപ്പാദകരായ മാതാപിതാക്കളല്ല കുറ്റപ്പെടുത്തുന്നത്, മറിച്ച് എന്താണ് സോഷ്യൽ മീഡിയ, കാലം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അപ്പോൾ ഇനി പറയുന്ന ചോദ്യങ്ങളുടെ ഉത്തരം യെസ് എന്നാണ് എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരു നല്ല രക്ഷിതാവല്ല. അതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയ കുട്ടിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അള്ളാഹു ആ കുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ ഒരു ചോദ്യം, നിങ്ങളുടെ കുട്ടികളെ എന്തെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അത് ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി കേൾക്കാതെ നിങ്ങൾ അങ്ങോട്ട് കമൻറ്റ് ചെയ്യുന്ന സ്വഭാവമാണോ? പഠിക്കുന്ന സമയത്ത് മാത്രമാണോ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോട് സംസാരിക്കുന്നത്? മൂന്നാമത്, വീട്ടിൽ നിങ്ങളുടെ കുട്ടികളുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്യാറുണ്ടോ? അവരെ നിങ്ങൾ അവഗണിക്കാറുണ്ടോ? മറ്റൊന്ന്, കുട്ടികളുടെ കുറവുകൾ മാത്രം കണ്ടെത്തിയിട്ട് എന്തെങ്കിലും കുറ്റപ്പെടുത്തുക. കുട്ടികൾക്ക് ഒരുപാട് ക്വാളിറ്റി ഉണ്ടാവും, അതിനൊന്നും അഭിനന്ദിക്കാതിരിക്കുക. അങ്ങനത്തെ ഒരു ശീലം നിങ്ങൾക്കുണ്ടോ? നമ്മുടെ കുട്ടികളാകുമ്പോൾ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ ചെറിയ ചെറിയ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ച് അതിനൊക്കെ ചീത്ത പറയും. എന്നാൽ കുട്ടിയുടെയൊക്കെ എന്തെങ്കിലും ക്വാളിറ്റിയുള്ള കാര്യങ്ങളുണ്ടോ? അതിനൊന്നും നമ്മളപ്പം മെയിൻറ്റെയിൻ ചെയ്യില്ല. ഈ ശീലം നിങ്ങൾക്കുണ്ടോ? കുട്ടികളെ ഒരു കാരണവും ഇല്ലാതെ നിങ്ങൾ ശിക്ഷിക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ കാരണങ്ങൾക്ക് നിങ്ങൾ വലിയ ശിക്ഷ കൊടുക്കാറുണ്ടോ? നമ്മുടെ സ്വന്തം മക്കളെ നമ്മൾ കളിയാക്കി ചിരിക്കലുണ്ട്. നമുക്ക് നമ്മുടെ മക്കളാകുമ്പോൾ കളിയാക്കാൻ നല്ല സ്വാതന്ത്ര്യമാണ്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ തമാശ പറയാമെന്നൊക്കെ പറയാം. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ശീലമുണ്ടോ? നമ്മുടെ കുടുംബകാര്യങ്ങൾ, നമ്മുടെ ആരൊക്കെ കല്യാണങ്ങളുണ്ട്, നമ്മുടെ ഫാമിലി കാര്യങ്ങൾ, നമ്മുടെ വരുമാനത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഡിസ്കസ് ചെയ്യാതിരിക്കലുണ്ടോ?